മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 3 വർഷം. ജനപ്രിയ നേതാവിന് ആദരമർപ്പിച്ച് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രി വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പുതുപ്പള്ളിയിലെത്തി ആദരമർപ്പിച്ചു. ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്നും ജീവിക്കുമെന്ന് മകൾ മറിയ ഉമ്മൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. അവസാന ശ്വാസം വരെ ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസമായിരുന്ന ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണിത്. ഈ 3ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി മറിയ ഉമ്മൻ നമുക്കൊപ്പം ചേരുകയായിരുന്നു. ഉമ്മൻചാണ്ടി സാറില്ലാത്ത 3 വർഷങ്ങൾ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ശൂന്യത ഓർത്തെടുക്കുന്നു? ശൂന്യത എന്നും ശൂന്യതയായി നിൽക്കും എന്നുള്ള വലിയ തിരിച്ചറിവാണ് എനിക്ക് കാലം കഴിയും തോറും കൂടി വരുന്നത്. എല്ലാവരും പറയും ഒരു 40 ദിവസം, 1 വർഷം നമ്മുടെ വിഷമം കുറയും. അത് വിഷമം നാച്ചുറലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആ വിടവ് ഞാൻ മരിക്കുന്നിടത്തോളം എനിക്കത് നികത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് ഓരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി വരുന്നത്. കാരണം വേറൊന്നുമല്ല, പല കാര്യങ്ങളും ഈ കഴിഞ്ഞ 2ാം വാർഷികത്തിൽ നിന്ന് 3ാം വാർഷികം നോക്കുമ്പം 1 വർഷത്തിൻ്റെ കാലയളവിൽ ഒരുപാട് മുമ്പൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഒരുപാട് മനുഷ്യരെ നേരിട്ട് കാണാൻ, ഇലക്ഷൻ്റെ സമയത്ത് ഒരുപാട് ആളുകളുമായി സംസാരിക്കാൻ, അവിടെ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനത് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ അത് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഒരു മനുഷ്യൻ്റെ ഒരു പച്ചയും അങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു അല്ലേ? അസംബ്ലി എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ഓടി എത്തിയിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ എന്നുള്ളൊരു സ്നേഹവായ്പോട് കൂടിയല്ലേ എല്ലാവരും സ്വീകരിച്ചത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോരുത്തർക്കും ഓരോ കഥയാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലി എപ്പോഴും എല്ലാവരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്നതാണ്. മറിയ ആ ഒരു ശൈലി അനുവർത്തിക്കുന്ന ആളാണെന്ന്. വളരെ സൗമ്യമായ പെരുമാറ്റം, ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അതെല്ലാവരും കണ്ടതാണ്. അതൊക്കെ നല്ല അനുഭവമായിട്ട് തന്നെ തോന്നി അല്ലേ? അച്ഛൻ ഒരു തെളിച്ചു തന്ന ഒരു വഴി. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഇലക്ഷനാണ് ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അത് അപ്പയുടെ ഇൻ്റർവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ജനങ്ങളിൽ നിന്നാണ് ഞാൻ ഊർജ്ജം വലിച്ചെടുക്കുന്നത്. ലിറ്ററലി ഞാൻ പോയ 72 മണ്ഡലങ്ങളിൽ 14 ദിവസം കൊണ്ടിറങ്ങി 72 മണ്ഡലങ്ങളിൽ ലിറ്ററലി ആളുകൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജിതൻ, ഇൻ റിപ്പോർട്ടർ കോട്ടയം.